ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നെയ്യറച്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മഴക്കാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ഹെയർ പാക്കാണ് കേട്ടോ. നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെയുള്ള 2-3 ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഈ ഹെയർ പാക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ജലദോഷമുള്ളവർക്കും സിമ്പിളായിട്ട് ഈ ഹെയർ പാക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഏത് ഹെയർ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്താലും ചിലവർക്കത് ജലദോഷം പെട്ടെന്ന് വരും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ടിപ്പാണ് കേട്ടോ. ഇത് ഡോക്ടർമാർ വരെ സജസ്റ്റ് ചെയ്യുന്ന ഒരു ടിപ്പാണ്. മറ്റൊന്നുമല്ല, നമ്മൾ സ്കാൽപ്പിൽ നമ്മുടെ ഹെയർ പാക്കോ ഹെയർ ടോണറോ ഹെയർ സ്പ്രേ എന്ത് അപ്ലൈ ചെയ്താലും ആദ്യം ഉച്ചിയിൽ അപ്ലൈ ചെയ്യാതെ ബാക്കി ഭാഗങ്ങളിലും മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ഉച്ചിയിൽ അപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജലദോഷവും അതുപോലെ തന്നെ പെട്ടെന്ന് തണുപ്പ് ഏൽക്കാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അല്ല എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ പാക്കിൽ കുറച്ച് ഞവരയിലയോ കുറച്ച് തുളസി ഇലയോ ആഡ് ചെയ്ത് അതും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജലദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് കുറച്ച് ചെമ്പരത്തിപ്പൂവും അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ മൊട്ടുമാണ് കേട്ടോ. പൂവ് ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ നമ്മുടെ മൊട്ടിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ എനിക്ക് കുറച്ച് പൂവേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് മൊട്ടും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് വേണ്ടത് കുറച്ച് ഞവര ഇലയാണ്. ഇത് നമുക്ക് ജലദോഷം വരാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ സ്വാഭാവിക കറുത്ത നിറം നിലനിർത്താനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് തുളസിയില നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ജലദോഷം മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതായത് ജലദോഷം വരാതിരിക്കാൻ, തണുപ്പ് അധികം നമ്മുടെ തലയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തുളസിയില ഹെൽപ്പ് ചെയ്യും. മുട്ടയാണ് കേട്ടോ. നോർമൽ ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രിഡ്ജിലിരിക്കുന്ന മുട്ടയാണെങ്കിൽ ഒരു 10 മിനിറ്റ് തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക. അതിന് ശേഷം ആഡ് ചെയ്ത് കൊടുത്ത് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് അടുത്ത് വേണ്ടത് ഒരു 2 സ്പൂണ് കട്ട തൈരാണ്. കട്ടത്തൈര് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ മുട്ടയുടെ സ്മെല്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറി മുടി നല്ല തഴച്ച് വളരാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കാൻ വേണമെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളം ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴൊരു നല്ലൊരു എന്താ പറയുക, ഒരു കറുത്ത കളറിലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. കുളിക്കുന്നതിനൊരു 10 മിനിറ്റ് മുമ്പ് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ തൈര് ആഡ് ചെയ്തതുകൊണ്ട് മുട്ടയുടെ ഒരു സ്മെല്ലും, മുട്ട ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് സ്മെല്ലില്ല ഇതിൽ. അപ്പോൾ ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞ് നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്തത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഞാൻ രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് നല്ലവണ്ണം ചീകി നമ്മൾ ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇനി നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ ഭാഗത്ത് ഉച്ചിയിൽ തേക്കാതെ ബാക്കി ഭാഗങ്ങളിൽ ചെറുതായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് സ്കാൽപ്പിലോട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. മുടി ഓരോ പോർഷൻസ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കാം. നല്ലൊരു തണുത്ത ഒരു ഫീലാണ് കേട്ടോ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്. അപ്പോൾ ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തിയുടെ പൂവ്, ഞവരയില, തുളസിയില, തൈര്, മുട്ട, ഇതെല്ലാം നമ്മുടെ മുടി നല്ലവണ്ണം വളരുന്നതിനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാനും നമ്മുടെ മുടിയുടെ നമ്മുടെ തലയിലെ താരൻ മാറാനും അതുപോലെ തന്നെ ഞവരയില എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ കറുത്ത നിറം നല്ലവണ്ണം നിലനിർത്താനും സഹായിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് ഹെയർ പാക്ക് അപ്ലൈ ചെയ്താലും നമ്മുടെ തലയിലല്ല, നമ്മൾ ഹെയർ പാക്കിലോ ഹെയർ ടോണറിലോ എന്തിലായാലും ഞവരയിലയുടെ ചെറിയൊരു അംശം ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അത് നമ്മുടെ നര തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നര വന്നതിന് ശേഷം ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനേക്കാളും നര വരുന്നതിന് മുമ്പ് ചെറിയ രീതിയിലുള്ള ഹെയർ കെയർ ടിപ്പുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നര വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ.
അപ്പോൾ നമുക്ക് ഞാൻ ഉച്ചയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുൾ ഇട്ടില്ല, എന്നാലും ഞാൻ ഒന്ന് തേച്ച് കൊടുത്തു. ഇനി നമുക്ക് ബാക്കിലത്തെ ഭാഗത്തൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം നമ്മൾ ഹെയർ പാക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തലയിലും സ്കാൽപ്പിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ബാക്ക് ഭാഗത്തൊക്കെ നല്ലവണ്ണം അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ മുടി ഇഴകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ എന്ന്. അങ്ങനെ അപ്ലൈ ചെയ്താൽ മാത്രമേ നമ്മുടെ മുടി പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയുള്ളൂ കേട്ടോ. ഇനി നമുക്ക് മുടി ഇഴകളിലേക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചെമ്പരത്തി പൂ കിട്ടിയില്ലെങ്കിൽ ചെമ്പരത്തിയുടെ ഇലയായാലും ഈ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഷാംപൂസ് ഒന്നും ഇടാതെ തന്നെ നമുക്ക് മുടി കഴുകാൻ വേണ്ടിയിട്ട് പറ്റും. മുട്ട ഇട്ടെന്ന് വിചാരിച്ച് ഷാംപൂസ് ഇടേണ്ട കാര്യമില്ല, കാരണം നമ്മൾ തൈര് ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഒരു സ്മെല്ലോ അങ്ങനെയുള്ള ഒരു കാര്യവും ഇല്ല ഇതിൽ. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. 10 മിനിറ്റിൽ കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മുടി നോർമൽ വെള്ളത്തിൽ കഴുകി കളയാം. ഇത് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയൊരു ഹെയർ പാക്കാണ് കേട്ടോ. അതായത് മഴ സമയത്ത്, തണുപ്പ് സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയൊരു ഹെയർ പാക്ക്. ഇതാ ഇനി കുറച്ചുകൂടെ ഉള്ളൂ, അത് ഞാൻ കുറച്ച് ഈ ഭാഗത്തേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പ് അല്ലെങ്കിൽ ഹെയർ കെയർ നമ്മുടെ മാസ്കോ പാക്കോ എന്തെങ്കിലും ആയിട്ട് കാണാതെ വരയ്ക്കും. ബൈ ബൈ.